നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചുള്ളു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 12/3/2026 വ്യാഴാഴ്ച രാവിലെ റബ്ബർ വില കോട്ടയം മാർക്കറ്റ് വില RSS 4 കിലോ 215, RSS 5 കിലോ 210, ISNA20 188, ലാറ്റക്സ് 60% ആഴ്ചയിലോ 144 രൂപ 75 പൈസ. ഇതാണ് രാവിലത്തെ കോട്ടയം വില. ഈ കൊച്ചു വില നോക്കുമ്പോൾ RSS 4 കിലോ 215, RSS 5 കിലോ 210. ഇതാണ് രാവിലത്തെ കൊച്ചു വില. ഇനി കേരളത്തിലെ മറ്റിനം ഗ്രേഡിയൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 205, ലോട്ട് കിലോ 187 മുതൽ 192 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഒട്ടുപാൽ കിലോ 140, 60% DRC ഒട്ടുപാൽ കിലോ 105. കേരളത്തിലെ മറ്റിനം ഗ്രേഡിയൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 205, ലോട്ട് കിലോ 187 മുതൽ 192. അകർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 206, RSS 5 കിലോ 203. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 232 36 പൈസ, RSS 5 കിലോ 231 രൂപ 92 പൈസ. ഇനി കേരളത്തിലെ വ്യാപാരിയിലെ കോട്ടയം RSS 4 കിലോ 207, RSS 5 കിലോ 202, ISNA20 180 രൂപ മുതൽ 180 രൂപ 80 പൈസ മുതൽ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഒട്ടുപാൽ കിലോ 118 മുതൽ 130 രൂപ. ഈ ഫീൽഡ് ലാറ്റക്സ് 195, ഫാക്ടറി വില 205, 25% DRC 200 ലിറ്റർ പാൽ 9750, 30% DRC 200 ലിറ്റർ 11700, 35% DRC 200 ലിറ്റർ 13650. ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില. മിക്ക ആൾക്കാരും റബ്ബർ വില വീണ്ടും കൂടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഇനി മഴ പെയ്ത് തണുത്ത് കഴിയുമ്പോൾ റബ്ബർ ട്രാപ്പിംഗ് തുടങ്ങുന്നത്. കേരളത്തിലെ മറ്റ് വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് രൂപ 14,920, ഒരു ഭവൻ 1,19,760. അതുപോലെ 24 ക്യാരറ്റ് രൂപ 16,331, ഒരു ഭവൻ 1,30,648. അതുപോലെ 18 ക്യാരറ്റ് രൂപ 12,248, ഒരു ഭവൻ 97,984. ഇന്നലെ വൈകിട്ട് 1 ഗ്രാമിന് മുകളിൽ 85 രൂപ, ഒരു ഭവന് മുകളിൽ 680 രൂപയാണ് കൂടിയിരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ രാവിലത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. കടയിൽ പോയി സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ അവിടുത്തെ പണിക്കൂലിയും ഹാൾമാർക്കും GST ഉൾപ്പെടെ കൊടുക്കേണ്ടതാണ്. തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 75, പച്ചത്തേങ്ങ 40 മുതൽ 50, ചകിരിയുള്ള വെളിച്ചെണ്ണ ലിറ്റർ 410. ഇപ്പറ എടുത്തപടി 151, കൊക്കോ 340, കച്ചോല ഉണങ്ങിയത് 500, അടയ്ക്ക പുതിയത് 390, പഴയത് 360, കാഞ്ഞിരക്കുരു 1880, കയർ ഇഴക്കയർ 10, കരിപ്പൊട്ടി കയർ 10 മുതൽ 15, ജാതിക്ക തൊണ്ടോടുകൂടി 300, ഗ്രാമ്പു 800, നാടൻ ഗ്രാമ്പു 925, നെല്ല് കിൻറ്റിൽ 2500, കയർ ഇഴക്കയർ 10, കരിപ്പൊട്ടി കയർ 10 മുതൽ 15, പിണ്ണാക്ക് എസ്പെലാർ 41, റോട്ടറി 44, കുരുമുളക് അൺഗാർബിൾഡ് 695, കുരുമുളക് ഗാർബിൾഡ് 715, കുരുമുളക് പുതിയ 685, ചുക്ക് പെസ്റ്റ് 300, മഞ്ഞൾ സെൽ 155, വാഴക്കുളം പൈനാപ്പിൾ 47, പച്ച പഴം 56, കാപ്പിക്കുരു 36,000, വയനാടൻ കുരുമുളക് 695, ചേട്ടൻ 685. CPM നേതാവ് സഖാവ് G സുധാകരൻ പാർട്ടി വിടുമോ? ഇത് അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നതാണെന്ന് അറിയുന്നത്. കോൺഗ്രസ് ആ സ്ഥാനാർത്ഥി ഒഴിച്ചിട്ടൊക്കെയാണ് അമ്പലപ്പുഴയിൽ. ആര് വിചാരിച്ചാലും ഭയപ്പെടുത്താൻ കഴിയാത്ത ഒരു നേതാവാണ്. അഴിമതി തൊട്ട് തീണ്ടിയിട്ടില്ല, തുറന്നു പറയുന്ന പ്രകൃതമാണ്. താൻ മാത്രമാണ് അഴിമതി രഹിതൻ, താൻ മാത്രമാണ് ശരി, താൻ പറയുന്നത് എല്ലാവരും അനുസരിക്കണം എന്നത് ചുറ്റുമുള്ള എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുമോ? നിരവധി ഉന്നത നേതാക്കന്മാർ അനുനയിപ്പിക്കാൻ ശ്രമിച്ചിട്ടും വഴങ്ങാത്ത ഒരു നേതാവാണ് G സുധാകരൻ. നേരത്തെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പരിഹസിച്ചെന്നാണ് പുള്ളിക്ക് തോന്നിയത്. എന്തായാലും 4 തവണ MLAയും 2 തവണ മന്ത്രിയായ G സുധാകരൻ എന്തിനാണ് വയസ്സാകാലത്ത് ഇങ്ങനെ പാർട്ടി വിട്ട് അധികാരമോഹത്തിൻ്റെ പുറകിൽ എന്നാണ് മിക്കവരും ചോദിക്കുന്നത്. അതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്ന വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.